ഏറ്റവും വളരെ ഇത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ സഭയെക്കുറിച്ചാണ്. ക്രിസ്തു മതം എന്ന് പറയുന്നതും ക്രിസ്തീയ സഭ എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട്. മതത്തെക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സഭയെക്കുറിച്ചാണ് ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സഭയെന്ന് പറയുമ്പോൾ ഒരാൾക്കൂട്ടമായിട്ടോ ഒരു ജനക്കൂട്ടമായിട്ടോ ഒരു ജനസമൂഹമായിട്ടോ ആരും തെറ്റിദ്ധരിക്കും. സഭ ഒരേ സമയം ഭൗതികവുമാണ് ആത്മീയവുമാണ്. അത് മാനുഷികവുമാണ് ദൈവികവുമാണ്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ സഭയിൽ ഒന്നിച്ചു ചേരുമ്പോഴാണ് സഭയുണ്ടാകുന്നത്. ക്രിസ്തീയ സഭ എന്ന് പറയുന്നതിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു ദൈവമനുഷ്യനാണ്. മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ, സ്വർഗീയപിതാവിന്റെ ഏകപുത്രൻ. തന്റെ രക്ഷാകര സംഭവങ്ങളിലൂടെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണോദ്ധാനം വഴിയായി അവിടുന്ന് ലോകത്തെ രക്ഷിച്ചു എന്നാണ് അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് സഭ പഠിപ്പിക്കുന്നത്. ഈ വ്യക്തിയോട് ഉൾച്ചേരുമ്പോഴാണ് അവിടെ ഒരു ക്രിസ്തീയ കൂട്ടായ്മ ഉണ്ടാകുന്നത്, അഥവാ സഭയുണ്ടാകും. സഭയെന്ന് പറയുന്ന യാഥാർത്ഥ്യം ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. ക്രിസ്തുവിനോട് കൂട്ടായ്മ വേണമെങ്കിൽ അവിടുത്തെ രക്ഷാകര സംഭവങ്ങളിൽ നാം പങ്കുചേരണം. ക്രിസ്തുവിന്റെ രക്ഷാകര സംഭവങ്ങൾ എന്ന് പറയുന്നത് അവിടുത്തെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണോദ്ധാനം, അതിലുള്ള പങ്കുചേരലാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നത് മാനുഷികമായിട്ട് പറഞ്ഞാൽ സഭയായി രൂപം കൊള്ളുമ്പോൾ ഈ ഒരു ഐക്യമാണ് ഉണ്ടാകേണ്ടത്. അതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുമ്പോൾ നാം അതുവഴിയായി ദൈവത്തോട് തന്നെ ഐക്യപ്പെടും. ദൈവം എന്ന് പറയുന്ന യാഥാർത്ഥ്യം പരിശുദ്ധ ത്രിത്വം തന്നെയാണ്. അതായത് 3 വ്യക്തികളുടെ കൂട്ടായ്മയിലാണ് ദൈവത്വം ഇരിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പിതാവാണ് എല്ലാറ്റിൻ്റെയും ആദി കാരണമായി നിലകൊള്ളുന്നത്. പരിശുദ്ധ ത്രിത്വത്തെ നാം കാണുന്നത് പിതാവിലാണ്. കാരണം പിതാവിൽ നിന്നാണ് പുത്രനും പരിശുദ്ധാത്മാവും പുറപ്പെടുന്നത്. ആ പരിശുദ്ധ ത്രിത്വവുമായി നമ്മെ ഐക്യപ്പെടുത്തുന്നത് മാനുഷികമായ ക്രിസ്തീയമായ ഭാഷയിൽ പറഞ്ഞാൽ കൂദാശകളിലൂടെയാണ്. 7 കൂദാശകളാണുള്ളത്. അതിലെ സഭാപ്രവേശക കൂദാശകൾ, മാമോദീസ, പരിശുദ്ധ കുർബാന, സ്ഥൈര്യലേപനം, ഈ കൂദാശകളിലൂടെയാണ് നാം ദൈവത്തോട് ഐക്യപ്പെടുന്നത്. മാമോദീസ പിതാവിന്റെ കൂദാശയാണ്, പരിശുദ്ധ കുർബാന ഈശോയുടെ കൂദാശയാണ്, സ്ഥൈര്യലേപനം പരിശുദ്ധാത്മാവിന്റെ കൂദാശയാണ്. ആ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ നാം പ്രത്യേകമായി ആ ഓരോ വ്യക്തിയോടും ഐക്യപ്പെടും. അങ്ങനെ 3 വ്യക്തികളോട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെടുമ്പോഴാണ് നാം സഭയിലെ പൂർണ്ണ അംഗങ്ങളായി മാറുന്നത്, സഭയിലെ അംഗങ്ങളായി മാറുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള ഐക്യത്തിലും സഭയോടുള്ള ഐക്യത്തിലും ഒന്നുചേരുക എന്ന് പറയുന്നത് തന്നെയാണ് സഭയുടെ ദൃശ്യമായ തലം. അത് ഒരു വെറും ഭൗതികമായ യാഥാർത്ഥ്യമല്ല, പിന്നെയോ ദൈവികവും മാനുഷികവുമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സഭയെന്ന് പറയുന്നത് ഒരു രഹസ്യമാണ് എന്ന് പറയുന്നത്. ക്രിസ്തു രഹസ്യം അവിടെ വെളിപ്പെടും. ദൈവികമായ രഹസ്യം അവിടെ വെളിപ്പെടുന്നുണ്ട്. സഭയിലൂടെയാണ്
നാം ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നത് അറിയുന്നത്. സഭയിലൂടെയാണ് നാം പരിശുദ്ധ ത്രിത്വത്തെ സ്വന്തമാക്കുന്നത്, പരിശുദ്ധ ത്രിത്വത്തെ അനുഭവിക്കുന്നത്. ഓരോ കൂദാശയും സ്വീകരിക്കുമ്പോൾ അതിൽ ഒരു മരണമുണ്ട്, അതുപോലെ തന്നെ ഒരു ഉത്ഥാനമുണ്ട്. ഒരു കൂദാശ, പ്രത്യേകിച്ച് മാമോദീസ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവിടെ പാപത്തോട് നമ്മൾ മരിക്കുന്നു, ജഡികതയോട് മരിക്കുന്നു, സ്വാർത്ഥതയോട് മരിക്കുന്നു. ഒരു സ്വർഗീയമായ വീണ്ടുജനനമാണ് അവിടെ നടക്കുന്നത്. അതാണ് സഭയിലേക്കുള്ള പിറവി, ദൈവികമായ രണ്ടാം ജനനം. ഈശോ അതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നിക്കോദെമോസിനോട് പറയുന്ന രണ്ടാം ജനനം അതിലാണ് ഇരിക്കുന്നത്. വീണ്ടും ജനിക്കുന്നവൻ സഭയിൽ ജനിക്കുന്നു, അല്ലെങ്കിൽ ദൈവികമായി ജനിക്കുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിലെ പൗരനായി ജനിക്കുന്നു. ഇതാണ് നമ്മൾ സഭയെന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. സഭയെന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തിലൂടെ നാം രക്ഷ സ്വന്തമാക്കും, നാം ദൈവത്തെ തന്നെ സ്വന്തമാക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് സ്വന്തമാക്കുവാനാണ് നമ്മൾ സഭയിലൂടെ പരിശ്രമിക്കുന്നത്. താങ്ക് യു.